Hello Makalai, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me my best friend Busha. Hi friends. Okay, part 1 part 2 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷன்ல லிங்க் ஷேர் பண்றப்போ செக் பண்ணுங்க. இப்போ part 3 குள்ள போயிடலாம். ആപ്പിളേ കാണോ? ഇവിടെ ആപ്പിൾ എവിടെ? ഞാൻ സാപ്പിട്ടേ. ആപ്പിൾ എവിടെ? ഞാൻ തിന്നു. ഓ, നിന്റെ കാര്യങ്ങളൊക്കെ നേരത്തിനും കാലത്തിനും ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. വായി നോക്കി നിൽക്കാൻ അകത്ത് രണ്ടിനും എടുത്തോണ്ട് വാ. ആപ്പിളെങ്കിൽ ആപ്പിൾ മനുഷ്യനെ വിശക്കുന്നു. അവിടെ ഉണ്ടായിരുന്നു, ഞാൻ തിന്നു. നിന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഒരു നേരം ഒന്നും കഴിച്ചില്ലാന്ന് വെച്ച് ചത്തൊന്നും പോവില്ലല്ലോ. അവളെ പറ്റി ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ലല്ലോ. ഐജിയോട് ഞാൻ കാര്യം സീരിയസ് ആയിട്ട് എടുക്കാൻ പറഞ്ഞു. സ്റ്റേറ്റ് വിട്ട് പോയിട്ടില്ലെങ്കിൽ നമുക്ക് അവളെ ഉടനെ കിട്ടും. എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അവൾ അങ്ങേരുടെ മുമ്പിൽ ചെന്ന് പെടാതിരുന്ന മതിയായിരുന്നു. ഇത് ദ്രോഹം. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്നെ പോലല്ലേ അച്ഛൻ അവളും. ആവശ്യമില്ലാതെ അതൂതും പറഞ്ഞ് അച്ഛനെ വീട്ടിൽ നിന്ന് അകറ്റിയത് അമ്മയാ. അമ്മയെ കുറ്റം പറഞ്ഞ് ഈ വീട്ടിൽ ആരും ആളാവാൻ നോക്കണ്ട. നീ പോടാ ചെക്ക. നിനക്ക് എന്തറിയാം? അച്ഛന്റെ കാശ് തിന്നു മുടിക്കുന്നല്ലാതെ നീ എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത്? നിന്റെ തന്തയായിരുന്നു ജഡ്ജി. വകുപ്പ് ന്യായമൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. അങ്ങേര് സമ്പാദിച്ചത് ഞാൻ തിന്നുന്നുണ്ടെങ്കിലേ ചുമ്മാതല്ല. നിന്നെ പോലെ ആർക്കും വേണ്ടാത്ത ഒരു ചട്ടുകാലി ശവത്തിനെ ചുമ്മിക്കൊണ്ട് നടക്കുന്നതിന് ചുമട്ടുകൂലിയാ. വൃത്തിയോട് സംസാരിക്കാതെ. നമ്മുടെ ആവശ്യം അവള് വലിയച്ഛനെ കാണും മുമ്പേ അവളെ പിടിക്കുക. അതിനുള്ള വഴി നോക്കാതെ സ്വന്തം പല്ലിയുടെ കുത്തി നാറ്റിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. അവള് വലിയ മുമ്പിൽ എത്തിയാൽ പിന്നെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അങ്ങേക്ക് ഇങ്ങനെ മോളിൽ പറഞ്ഞാൽ നാട്ടുകാർ പോലും അവളുടെ കൂടെ നിൽക്കും. ആ, അത് ശരിയാ. കാശുള്ളവന്മാരെ നാട്ടിക്കാൻ എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷം. നീ വാ. எங்கே ஆரம்பிச்ச ஸ்டோரி எங்கே போயிட்டு இருக்குல்ல? ആമാ. മനുഷ്യരിത്തിരി സമാധാനം കിട്ടുന്ന ഉറങ്ങുമ്പോഴാണ്. അത് സമ്മതിക്കില്ലാന്ന് വെച്ചാ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ചീത്തയായി പോവല്ലോ എന്ന് കരുതിയ. തൂത്ത് തുടയ്ക്കാൻ വന്നവൾ ആ പണി ചെയ്താൽ മതി. 1000 പണി ഈ വീട്ടിലുണ്ട്. അതൊന്നും ചെയ്യരുത്. എല്ലാ പണിയും കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നേ. എല്ലാ മുറിയിലും ബെഡ്ഷീറ്റ് നിലണ എടുത്തത് കഴിയിട്ടാലെന്താ? അത് അലക്കാരന്റെ പണിയല്ലേ? അലക്കാരം കൊടുക്കാൻ എന്റെ കാശില്ല. 3 നേരം വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ. തന്നെ കൂടെ ചെയ്താലെന്താ? துவைக்கிறாங்க. തപ്പി തപ്പി തുவைப்பாங்கல்ல. കരുതി കൂട്ടി ഉപദ്രവിക്കാനുള്ള ഉദ്ദേശമല്ലേ? ഇനി ഒരു നിമിഷം നിന്നെ എന്നോട് വെച്ചേക്കല. ഇപ്പൊ ഇറങ്ങണം. ഈ നിമിഷം ഇറങ്ങണം. അങ്ങനെ ചുമ്മാ അങ്ങ് ഇറങ്ങി പോരെന്ന് പറഞ്ഞ് ഇറങ്ങാനൊന്നും പറ്റില്ല. പ്രോവിഡന്റ് ഫണ്ട് ഗ്രാറ്റുവിറ്റി വേണമായിരിക്കും. എനിക്കൊരു കുറ്റിയും വേണ്ട. എന്നെ ഇവിടെ കൊണ്ടിട്ട് ആള് വരട്ടെ, ഞാൻ പൊക്കോളാം. ആഹാ, അങ്ങനെയാണല്ലേ? ഓഹോ, അങ്ങനെ തന്നെ. എന്നാ ഇപ്പൊ തന്നെ അവനെ വിളിച്ചോണ്ട് വന്നിട്ടുള്ളൂ. വേറെ കാര്യം എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് പൊറിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. യജ്ഞദേവോ? ആ ജോജി എവിടെ ഉണ്ടെന്നറിയാവോ? 2-3 ദിവസമായി കണ്ടിട്ട്. ആ കഴിവേരെ കണ്ട ഉടനെ വീട്ടിലേക്ക് വരാൻ പറയണം. പ്രശ്നം വല്ലതും ഉണ്ടോ? ആടി കൊള്ളാത്തന്നെ സോക്കടവന്. എന്തുടേ പ്രശ്നം? ആടി കൊള്ളാത്ത സൂക്കേട്. ആ കിളവൻ എന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? ഇതേ വെറുതെ നുണ പറയരുത്. അയാൾ എന്നെ തല്ലുന്നോ വിട്ടുന്നോ ഒക്കെ പറഞ്ഞ് നടക്കുന്ന കേട്ടു. എന്താ ഉണ്ടായെന്ന് പറ. ഞങ്ങള് തമ്മിൽ ചെറുതായിട്ടൊന്ന് പിണങ്ങി. എന്നെ വിളിച്ചോണ്ട് പോവാൻ പറയാനാ അന്വേഷിക്കുന്നത്. നിന്നെ എന്തിനാ ഞാൻ ഇവിടെ കൊണ്ടാക്കിയത്? അയാളോട്ട് അടുക്കാനോ അതോ ഉടക്കാനോ? ഞാൻ എന്ത് ചെയ്യാനാ? സാമൻ താനും ഭേദം തന്നെ ഒക്കെ നോക്കി. മുരടനാ. സ്വന്തം തന്തയെ പറ്റി പറയുന്നത് എന്ന് വെച്ചാ എങ്ങനെ പറയാതിരിക്കുക? അത്തരത്തിലാ ഓരോ ഉടക്കുണ്ടാക്കി കൊണ്ടുവരിക. ഒഴിഞ്ഞു മാറിയാലും തലേ കയറും. ശരി ശരി, ഞാനൊരു 5-6 ദിവസം മുങ്ങി നടക്കാം. അതിനിടയിൽ പിണക്കമൊക്കെ മാറ്റി ഇണങ്ങിക്കോണം. അയാൾ വെറും പാവ. ആ കൊമ്പം മീശയുടെ ഗൗരവം മാത്രമേ ഉള്ളൂ. ജോജി പേടിക്കണ്ട, ഒരു കുഴപ്പം ഉണ്ടാവില്ല. இவன் எதுக்கு போறா? மீசியை கட் பண்ண போறா? தெரியலையே. அப்படித்தான் நினைக்கிறேன். എന്റെ മീശ എവിടെ? മുഖത്തുണ്ടല്ലോ. മുഖത്തുള്ളതിന്റെ ബാക്കി എവിടെ ചോദിച്ചേ? എനിക്കറിയില്ല, വല്ല പാറ്റയോ മറ്റോ കരണ്ടതായിരിക്കും. ഏത് പാറ്റയെ കണ്ടെന്ന് എനിക്കറിയാവടി. എന്തായാലും ഇത് തന്നെയാ ഭംഗി. ആ 2 കൊമ്പ് ഉണ്ടായിരുന്നപ്പോ ഒരു കാണ്ടാമൃഗത്തിന്റെ ലക്ഷണമായിരുന്നു. ഇപ്പൊ നല്ല ചന്തണ്ട്. പറഞ്ഞ് ഞാൻ ഉറങ്ങി കിടക്കുമ്പോ തല വെട്ടി മാറ്റി കളയല്ലോടി. ഓഹരിത്തരം കാണിക്കല്ലോ. അതിലുണ്ട് കേട്ടോ. എണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. നിന്റെ 4 കഷ്ണമാക്കിട്ട് കാലെ പിടിച്ച് ആൽക്കുന്നുണ്ടല്ലോ. തലിച്ച് കീറി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങി ഇറക്കി വെച്ചിട്ട് എന്റെ കൊക്കിന് ജീവനുണ്ട്. 24 മണിക്കൂറാണ് നിന്നെ ഇറക്കി വിടി. അമ്മായി നമ്മടെ പാറ്റക്കാരുണ്ടല്ലേ. பிரேக் பிடிக்கையா, பக்கத்துல காயல் இருக்கும். வண்டி குதிரை எங்க போயிடும். 20 ரூபாவா? ஆமா. இந்த குதிரை வண்டி எனக்கு வேண்டாம். இதை விட ஹாஸ்பிட்டல் படுத்துட்டு தான் நல்லது. விடக்க தூரி விருத்தையடாக்கி ஜோஜி இருப்பானோ? ஐயோ ஐயோ, இது யாரு? அடி வாங்க. வேலைக்காரி விட்டுருக்காங்க.
ഞാൻ നിക്കൂല. മീശ എടുത്ത് വേഷം മാറിയാൽ എനിക്ക് ആളെ അറിയാം. അതല്ല, നീ അവിടെ നിന്നേ പറയട്ടെ. എനിക്കൊന്നും കേക്കണ്ട. ജോജി എവിടെ? ആഹാ, ജോജിയാണോ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? അവൻ ഇനിയും മതിയായില്ലേ? എന്റെ പുക കണ്ടേ അവൻ അടങ്ങുള്ളൂ. അവിടെ കുഴി കുഴി. டிரான்ஸ்லேட் பண்ணாங்க பத்தியா? എന്താ കുളിക്കാനുള്ള വെള്ളം അവിടെ അവിടെ വെക്കെ. തൊട്ടു പോകരുത്. ഈ വീട്ടിലുള്ള ഒറ്റ സ്ഥാനത്ത് തൊട്ടു പോകരുത്. എനിക്ക് മനസ്സിലായടി, അവൻ മുങ്ങി നടക്കുക. അവൻ വരുന്നവരെ ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി പച്ച വെള്ളം നിനക്ക് കിട്ടത്തില്ല. പാട്ടിന് കിടന്നിട്ടില്ല. നീ ഇവിടെ കിടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടും. തോപ്പിക്കുന്നതിനൊക്കെ അതിലുണ്ട്. അയ്യോ, എന്നെ അങ്ങോട്ട് തോപ്പിച്ചാലോ? എന്നെ ഊത്തിക്ക് പോരാറ്. ഒന്നും വരണ്ട. തൊടരുത് തന്നെ. ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കടി. തൊടാമോ? ആ, ഇപ്പൊ തൊടാം. അയ്യോ, അയ്യോ. ஐயோ. Bond created. அதான் gift. அதான் இது நீ സവച്ച് കാറില്ല. എവിടെ കാറ്? കാറ് എനിക്ക് വിശക്കും. 7 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. വീട്ടിൽ വേലക്കാരില്ലായിരുന്നോ വെച്ച് വിളമ്പി തരാൻ? ശവത്തി കുത്തട്ട് ജഡ്ജിയമ്മാനെ. ഏമാനെ നല്ലല്ലോ അന്ന് നീ എന്നെ വിളിച്ചത്. സാറെന്ന് വിളിക്കാറുണ്ട്, ജഡ്ജി എന്ന് പറയാറുണ്ട്. അല്ല, കാറ് വാങ്ങാൻ പോയ ദിവസം എന്നെ വേറൊരു പേര് വിളിച്ചല്ലോ. ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കൂ? ആ, പറയൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. മത്തങ്ങാത്തലയാന്ന് വിളിച്ചില്ലേ? എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? ഇവളൊരുത്ത ഇതൊക്കെ വരുത്തി വെച്ചത്. ലോട്ടറി അടിച്ചെന്ന് ഇവളാ എന്നോട് കള്ളം പറഞ്ഞു. ഞാൻ കാറ് വീട് മേടിക്കുമ്പോ ഇവിടുത്തെ തല്ലിപ്പൊളി പണി കളഞ്ഞിട്ട് ഇവൾ എന്റെ വീട്ടിൽ വന്ന് വേലയ്ക്ക് നിക്കാന്ന് പറഞ്ഞു. ഈ മൂദേവി നോക്ക് നോക്ക്, മൂത്തോക്ക് നോക്ക്. இவரு தான் அந்த உஸ்தாத் ஹோட்டல் தாத்தா. அதான் உஸ்தாத் பாப்பா. ദേച്ചിരിക്കണോ? തലയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ. അല്ലെന്നേ, ഉറക്ക ചിരിച്ചു. സത്യം. അതൊക്കെ ശരി. കാര്യങ്ങൾ തുറന്നു പറയാറായിട്ടുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. എന്നെപ്പോ വലിയ ഇഷ്ടാ. അന്ന് മുങ്ങിയ ഞാൻ നാളെ ഇവിടെ പോകും. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം ഇഷ്ടം അനിഷ്ടമൊക്കെ. ആരാത്? ഞാൻ ആദ്യം വിചാരിച്ചത് അദ്ദേഹത്തിന് പ്രാന്താന്ന. പിന്നെ മനസ്സിലായേ. എന്തായാലും ജഡ്ജി അദ്ദേഹത്തിനെ വരച്ച അവള് കൊണ്ടുവന്നില്ലേ? അവള് ജോജിയുടെ ആരാന്നാ പറഞ്ഞേ? അവന്റെ അകന്ന ബന്ധത്തിൽ ആരാന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടാ കൊണ്ടുവിട്ടിരിക്കുന്നത്. கண்டுபிடிச்சிட்டாங்க. இவன் அதே மாதிரி போறான். யார் மறுபடியும் ஹாஸ்பிட்டல். കളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. 5 ബുള്ളറ്റാ ഓപ്പറേറ്റ് ചെയ്തെടുത്തത്. മിസൈലും എല്ലാം ഉണ്ടായിരുന്ന ഉള്ളില്. ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പുറത്ത് പോലീസുകാരിപ്പുണ്ട്. അവരോട് അകത്ത് കയറി വരാൻ പറ. മോഷണ ശ്രമത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കുക. അതൊന്ന് മാറ്റി കൊലക്കേസാക്കി എന്നെ ഒന്ന് തൂക്കിക്കൊല്ലാൻ പറ. ആ, നീ എവിടെ ആയിരുന്നു? എന്റെ പൊന്ന് സാറേ, ഒന്നും പറയണ്ട. 2 മദാമ്മമാരെയും കൊണ്ട് ഗൂഡല്ലൂർ വരെ പോയിരുന്നു. ഇവിടെ വന്നപ്പോഴാ കാര്യങ്ങൾ അറിഞ്ഞത്. എവിടെ അവളെ? എടി നന്ദിനി, ആരോരും ഇല്ലാത്ത പെണ്ണാളില്ലെന്ന് വിചാരിച്ച് ഇവളെയൊക്കെ സഹായിക്കാൻ പുറപ്പെട്ട് എന്നെ തല്ലണം. ഓട്ട ജോജി കുട്ടികളാണ്. വിട്ടരുത്. മാട് പോലെ വളർന്നു കുട്ടിയാണ് ഒരു കുട്ടി. എന്നെ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത് കോടതി കയറ്റും സാറ് പറഞ്ഞില്ലേ? ആര് കാരണം? ഇവള് കാരണമല്ലേ? എന്നിട്ട് നിൽക്കുന്നല്ലോ ഒറ്റ എടുത്തോണ്ട് പണി ഇറങ്ങലില്ലേ? അവള് ഈ അയ്യോ, തെറ്റ് എന്റേതാണ് സാർ, സമ്മതിച്ചു. കൈയും കാലും പിടിച്ച് അയ്യോ പൊത്തോന്ന് പറഞ്ഞപ്പോ ഒരു പാവാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അല്ല, എനിക്ക് ഒരു തെറ്റ് സാർ, എനിക്കറിയാം സാർ. സാർ എന്റെ വാക്ക് കേട്ട് അവക്ക് ഇവിടെ ജോലി കൊടുത്തു. അതിനെന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. അതിന് പഴനി പോയി തലമുട്ടടിച്ചാ പോരെ? ഞാൻ പറയാൻ വന്നേ, അത് എനിക്ക് നിന്നോട് സ്വല്പം വിരോധം തോന്നിയെങ്കിലും ഇപ്പൊ അത് മാറിയിട്ട് ഈ അഹങ്കാരിയോടെ അല്ലേ? ഇറങ്ങി സൗമേ, പൂച്ചക്കുട്ടിയെ ഇറങ്ങി സൗമ്യ. കയറി ഇവിടുത്തെ ചാപ്പാടൊക്കെ തിന്നു കൊടുത്തപ്പോ എന്ന് പറയാനായി. പറയട്ടെ.
ഇവളുടെ മുഖം കണ്ടറിയില്ല ഇവിടെ അഹങ്കാരിയാണ്. തന്നെ എത്രയില്ല ആവശ്യമില്ലാത്ത കാര്യം നമുക്ക് പോ. പിന്നെ എഞ്ചിനീയർ ഞാൻ നിന്നെ ചീത്ത പറഞ്ഞത് അതെ സാർ, ഇവളെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് സാർ എന്നെ പറഞ്ഞതെന്നറിയാം. എനിക്ക് ഒരു വിഷമമൊന്നുമില്ല, സാറിന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. നീ ഇനി ഒരു പുല്ലും പറയുന്നത് ആരെല്ലാം എന്തെല്ലാം പറയാൻ ശരി ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഇവള് ഞാനുമായിട്ട് ഒരു പ്രശ്നവുമില്ല. എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. സാറേ ഞാൻ നീ പറയുന്നു. ഇനി ഒരു കുന്തവും പറയണ്ട. ഇനി ഞാനൊരു പേര് വിളിച്ചോട്ടെ. കള്ളപ്പിള്ളേ. അയ്യോ sama simple ഇത് നീനവേനലിൽ അലയൂ നീ അലയൂ വസന്തകാലജാലകം മനസ്സിൽ ഇനിയും തുറക്കൂ നീനവേനലിൽ. ஜட்ஜி என்ன துண்டோட எடுக்க விட்டாங்க வந்துட்டான் சொத்து பிரிச்சு கேட்கறதுக்கு. சுச்சோ ஆமா இவ இங்கதான் வேலை பாக்குறாள். ഓഹോ, നീ ഇവിടെ എത്തിയല്ലേ? നിനക്കെന്താടി ഈ വീട്ടിൽ കാര്യം? അവകാശം പറഞ്ഞ് ഇവിടെ കയറി പൊറുക്കാനാണ് ഭാവമെങ്കിൽ ചവിട്ടി പുറത്തായിക്കളെ ഞാൻ. ഇറങ്ങി വിളി, ഇറങ്ങടി, ഇറങ്ങാൻ. ഞാൻ പോവില്ല. നീ പോകില്ല അല്ലേ? എന്താ കുട്ടി ഇത്? ഡാഡി വരുന്നതിന് മുമ്പ് എവൾ ഇവിടുന്ന് പോയിരിക്കണം, അല്ലെങ്കിൽ സംഗതി കൂടുതൽ വഷളാവും. പറഞ്ഞേക്കാം. ആ എന്താ കുട്ടി ഇത്? എന്താ കാര്യം? ജോജിന് ഇനി എവിടെയാ കിട്ടുക? നമ്മൾ വന്നിട്ടാ യാർ വെള്ളക്ക വണ്ടി വഴി മാറ്റിയിട്രാ. മാറ്റാം. അതിനു മുമ്പ് കുഞ്ഞിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? കുഞ്ഞ് നന്ദിനിയെ തല്ലിയോ? നീ ആരാ ചോദിക്കാൻ? തമ്പ്രാന്ന് വിളിച്ചോണ്ടിരുന്നവനൊക്കെ എന്നാ തലേ കയറാൻ തുടങ്ങിയത്? ഞാനാ നന്ദിനിയെ വീട്ടിൽ കൊണ്ടുവിട്ടത്. ഓഹോ, നിനക്ക് ആ പരിപാടി ഉണ്ടോ? ഇനി അവളുടെ ദേഹത്തെങ്ങാനും തൊട്ടെന്നറിഞ്ഞ നീയൊക്കെ ഈ റോഡേ കൂടെ ബൈക്കേ ചെത്തി നടക്കത്തില്ല. ഞാനിതെല്ലാം കൂടെ എടുത്ത് കൊക്കയിലെറിയും. ആ തമ്പുരാൻ പൊയ്ക്കോ. தம்புரண்ணா மை லார்ட் அப்படிலாம் சொல்லுவாங்கன்னு நினைக்கிறேன். பிரின்ஸ் பிரின்சஸ் அவங்களெல்லாம் சொல்றவங்க. ഡാഡി എന്റെ മുമ്പിൽ പൊട്ടം കളിക്കരുത്. ജോജി എന്തൊക്കെയാണ് ഈ ഒളിച്ചുകളുടെ അർത്ഥം? ഒളിച്ചു കളിക്കുന്ന ഡാഡിയാ. അച്ഛനും മോളും മോടെ കുണ്ടയും കൂടെ ചേർന്ന് എന്റെ മുമ്പിൽ അഭിനയിക്കണ്ട. ഉത്തരം മുട്ടമോളെ ഷട്ടപ്പുണ്ടല്ലോ, അതും ഇനി എന്റെ അടുത്ത് വേണ്ട. ഇനി ഒരു നിമിഷം എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കരുത്. ഇറങ്ങാപ്പുറത്ത്. ആ ഞാനിപ്പോ പോവും, പക്ഷെ തിരിച്ചു വരും എല്ലാരും കൊണ്ട്. இப்போ உண்மை தெரிஞ்சிருச்சா? இல்ல നന്ദിനി മേഴ്സി മകൾ അച്ഛനെ കാണാമെന്നാണല്ലേ? പക്ഷെ അതിനെന്തിനാണ് ഈ നാടകം? പകരം വീട്ടാനോ അവകാശം സ്ഥാപിക്കാനോ? ജോജി അസലായിടാ, കളി അസലായി. നമ്മൾ തമ്മിലുള്ള അടുപ്പ് സ്വല്പം കൂടിപ്പോയത് കൊണ്ട് നിനക്കെന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ എന്നെ ഒന്നാന്തരം വിഡ്ഢിയാക്കാനും നിനക്ക് പറ്റി. ആ പോട്ടെ, നിനക്ക് എന്താണ് ഈ കച്ചവടത്തിൽ ലാഭം? ഒന്നും ഉദ്ദേശിച്ചല്ല. നന്ദിനി അവക്ക് വേണ്ടി. വേണ്ട, വിസ്തരിച്ച് വൃത്തിയേടാക്കണ്ട. വളഞ്ഞ വഴികളായതുകൊണ്ട് പറയാൻ സമയമെടുക്കും. കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. പോകാൻ പറയരുത്. പറഞ്ഞാലും ഞാൻ പോവില്ല. ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു. ഒന്ന് കാണ, ഒന്ന് മിണ്ട. എല്ലാം കഴിഞ്ഞിട്ട് വിഷമിപ്പിക്കാതെ പോണെന്ന് കരുതിയത്. ഒന്നും ഒളിച്ചു വെക്കാൻ മോഹിച്ചതല്ല. അടുത്തപ്പോ ഇനിയും കൂടുതൽ കാണുന്ന ഒരു അത്യാഗ്രഹം തോന്നി. நார்மலா கிடைக்க வேண்டிய பாசம் கூட இல்லாம അത് നടക്കില്ലല്ലോ എന്ന് കരുതി നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിപ്പോയത്. ഒരു ജീവിതം മുഴുവനും ഒരച്ഛൻ മകൾക്ക് കൊടുക്കാവുന്ന സന്തോഷം ഇത്രയും ദിവസം കൊണ്ട് എനിക്ക് കിട്ടി. ആ ഓർമ്മ മതി എനിക്ക്. ഒരപേക്ഷയുള്ളൂ, എനിക്ക് വേണ്ടി ഒന്നും നഷ്ടപ്പെടണ്ട, ഒന്നും നഷ്ടപ്പെടരുത്. வந்துட்டாங்க, எல்லாத்தையும் கூட்டிட்டு வந்துட்டாங்க. ஒன் மேன் ஆர்மி കിട്ടുന്നിയാ? ഇല്ല, എല്ലാരും കൂടെ. ആ ഇനി ഞങ്ങളെല്ലാം അമ്മാവന്റെ കൂടെ ഇവിടെ തന്നെ താമസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എനിക്കത് ഇഷ്ടമല്ലെങ്കിലോ? നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിന് നടക്കില്ലെന്ന് പറയാനും കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വലിയ സുപ്രീം കോടതി ജഡ്ജായിരുന്നത് ഞങ്ങൾക്കൊരു അന്തസ്സായിരുന്നു. പക്ഷെ ഇപ്പോ ഓഹോ,
ഇപ്പൊ എന്തുണ്ടായി നിന്റെ അന്തസൂരികി വീഴാൻ? ഇതിൽ കൂടുതൽ എന്തുണ്ടാവാൻ? വീടും കുടുംബവും മറന്നിട്ട് നേരെ ചൊവ്വയല്ലാത്ത ഒരു ബന്ധത്തുണ്ടായ പെണ്ണിനെയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാല് ഞങ്ങൾ അങ്ങനെ വെളിയിറങ്ങി നടക്കും. നിർത്ത പട്ടി. ഞാൻ ഉണ്ടാക്കിയ തരത്തെ എന്ത് പുല്ലാടാ നിനക്ക് നഷ്ടപ്പെടാൻ? ഞാൻ ജീവിക്കുന്ന എന്റെ ഇഷ്ടത്തിനാ. നിനക്കൊന്നും അന്തസ്സുണ്ടാക്കിയിട്ടില്ല, അല്ല എന്റെ ജോലി. അച്ഛാ, ഒരിക്കലും അച്ഛന്റെ ഇഷ്ടത്തിന് ഞാൻ എതിരല്ല. പക്ഷേ സ്വന്തം മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ മറന്നിട്ടാണ് ഈ ജീവിതം എന്ന് ഓർക്കണം. ഈ നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് പിള്ളേസാറിന് അറിയാമോ? ഇല്ല, അനന്തരവർക്ക് അമ്മാവനെ അറിഞ്ഞൂടാ, കൊച്ചുമക്കൾക്ക് അപ്പൂപ്പനെ അറിഞ്ഞൂടാ. ഏതായാലും ഭാഗ്യം, മക്കൾക്ക് തന്തയറിയാം. ഇത്രയൊക്കെ വെറുക്കാൻ മാത്രം അച്ഛനോട് ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഈ എരണം കെട്ടവളെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് ഒടുവിൽ അവളും വേണ്ട ഞങ്ങളും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതല്ലേ. ഇപ്പൊ അവള് വന്നപ്പോ ഞങ്ങളെ ഓർത്തില്ലല്ലോ. ഞങ്ങൾക്കൊന്നും അറിഞ്ഞു തീരും. അമ്മാവിന് കുടുംബമാണോ വലുത്, അതോ ആ നിൽക്കുന്ന പെണ്ണോ? ആരാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി അച്ഛൻ. പറഞ്ഞോളൂ അച്ഛാ, അതോടെ അവസാനിക്കുമല്ലോ എല്ലാം. ഇവിടുന്ന് പോണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്റെ സ്വാർത്ഥതയാണെന്ന് വേണമെങ്കിൽ പറയാം. പലരുടെയും ജീവിതത്തിന്റെ പ്രശ്നമാണ്. എല്ലാം മനസ്സിലാക്കാനുള്ളൊരു മനസ്സ് നന്ദിനിക്കില്ലേ? வெளியே போறா, வெளியே போயிட்டா. മുത്തോ, സമർക്കാനില്ലേ? അർജന്റായിട്ടൊരു കാര്യം പറയണം. ആ പെണ്ണ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അമ്മാവന്റെ മനസ്സ് മാറിയാൽ സംഗതി വീണ്ടും കുഴപ്പമാവും. അവരുടെ ശവം പോലും ഇനി ആരും കാണരുത്. ക്ലൈമാക്സ് ഫൈറ്റ് ആവുമോ? ஓ, சமர்கான் எத்தனை குருந்துர வந்தீங்க பாரு. നന്ദിനി കഹാ ഹൈ? हाँ, ஓ, हिंदी. तो तुम है जॉर्जी, तुमने मेरे आदमी को मारा था। हाँ, हम तुमसे मिलने के लिए इंतजार करता था। मैं नंदिनी को लेने आया हूँ. अगर हम चाहता तो उस लड़की को खत्म कर सकता था कि तुम उसको लेने इधर जरूर आए। वो नंदिनी कहाँ है? इसको हाथ नहीं लगाएगा। ये सारा बाजार हमारा है, तो तुम उस लड़की को लेकर इधर से जा सकते हैं। हमने सुना है तुम बहुत बहादुर आदमी है। आज हमको भी देखना है तुम में कितना ताकत है। அப்படியே எடுத்துக்கலாம்ல. நான் நினைச்சேன் எது கஷ்டப்பட்டு சண்டை போட்டு ரத்த சிந்தி நாளை தான் நினைச்சேன். கீழே விழுந்து உருவிட்டு போயிடலாம். எடுத்துட்டு நான் குடிப்பேன். காம்படிஷன் ஃபீல் இருக்காது. சண்டை போட்டா தானே ஹீரோ. இனி லவ் ப்ரப்போஸ் பண்ணல, தெரியாம இல்லைல்ல. மேடம் உள்ள ஏதோ உட்காந்துட்டு இருப்பாங்க, அதான் கூட்டி வச்சிருக்காங்க. ஓ, तुम लोग क्या करते हैं? क्या अपना काम करो। ஷோ அடிச்சு கொல்லப்பா. யாருக்கிட்ட? ஆனா ஃபைட் ரியலிஸ்டிக்கா எடுத்திருக்காங்க. ஓ, கான்சத்தான். ஓ, கையே ஓஞ்சி போயிடும். எனக்கு போய் டயர்ட் ஆயிருக்கு இருக்கே. எப்படி இருக்கிறாங்க? அவ்வளோ டயர்ட் ஆயிடுச்சு. நான் போய் கச்சி ஃபிட் போ. ஃபைனல் டச். പിള്ളേ ഇറങ്ങി വാടോ. പിള്ളേ ഇറങ്ങി വാടോ. തിരക്കാ? ഉറങ്ങിക്കാണത്തില്ലെന്ന് എനിക്കറിയാം. തനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലടോ. താൻ ഇവിടുന്ന് ഇറക്കി വിട്ട തന്റെ മകളെ മകനും മരുമകനും കൂടെ കുറെ കവലച്ചട്ടമ്പളെ ഏൽപ്പിച്ചു കൊല്ലിക്കാൻ. മാർക്കറ്റിൽ കിടന്ന് എനിക്ക് ഇത്തിരി തല്ലുകൊള്ളേണ്ടി വന്നു. ഞാൻ അവന്മാരെക്കാളും തൊട്ടിയായതുകൊണ്ട് മകളിപ്പോ ജീവനോട് ഇരിപ്പുണ്ട്. താനും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാന്ന് എനിക്കറിയാം. കാശ് കൈ ധാരാളം ഉണ്ടല്ലോടോ. ഇനിയും കിട്ടും കവലച്ചട്ടമ്പികളെ. നേരിടാൻ തയ്യാറാ ഞാൻ. സമയവും സ്ഥലവും പറ, സൗകര്യമായിരിക്കും എനിക്ക്. നിയമം കൊണ്ട് കണ്ണും മനസ്സും മൂടി സത്യം മാത്രം മുന്നിൽ കണ്ട് ഒരുപാട് വിധി എഴുതിയ ജഡ്ജി അധികമല്ലേ. സ്വന്തം മകള് മുമ്പിൽ ഒന്ന് കെഞ്ചിയപ്പോ അതിനെ തിരിഞ്ഞു നോക്കാതിരിക്കാൻ തനിക്ക് എങ്ങനെ കഴിഞ്ഞിടോ മനുഷ്യ? ഉണ്ടാക്കാൻ നേരത്തെ ഓർത്തില്ലല്ലോ ഈ നാണക്കേടും മാനക്കേടും. തനിക്ക് വേണ്ടെങ്കിൽ വേണ്ടടോ. അവളെ ഞാൻ നോക്കും. ഇത്രയും നാൾ അവള് തന്തയില്ലാതെ ജീവിച്ചു, ഇനി അവള് ജീവിച്ചോളൂ. പക്ഷെ എവനെങ്കിൽ അത് സമ്മതിക്കൂലെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ അറിയണം. തന്തയ്ക്ക് ചുണയില്ലെന്ന് എനിക്കറിയാം. മക്കൾക്കോ മരുമക്കൾക്കോ ചുണ ഉണ്ടെങ്കിൽ അറിയാടാ. അതറിയാനാ വന്നിരിക്കുന്നത്. ആരുമില്ലേ? അയ്യോ, ഗുഡ് നൈറ്റ് യുവർ ഓണർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സർ, ഇന്നലെ രാത്രി ഞാൻ കുടിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു.
ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ നല്ല ബോധത്തോടെ ഒന്നുകൂടെ പറയാൻ വേണ്ടിയാ ഞാൻ ഇവിടെ കാത്തു നിന്നത്. കുടിച്ചിട്ട് പറയുന്ന സത്യവും കുടിക്കാതെ പറയുന്ന കള്ളവും എനിക്ക് മനസ്സിലാവും. എടോ ജോജി, എനിക്കും എന്റേതെന്ന് പറയാൻ ആരുമില്ല. എന്റെ സ്വത്തുക്കൾ സ്റ്റാമ്പ് പേപ്പർ എഴുതി വാങ്ങാൻ നടക്കുന്ന ഭാര്യയും മകനും മരുമോനും കുറെ ബന്ധുക്കളും. അതാണ് എന്റെ കുടുംബം. ഒരു തരത്തിൽ പറഞ്ഞ ഞാനും തന്നെ പോലെ അനാഥനാടോ. ഒരു നാഥനെ എനിക്കുണ്ടായിരുന്നല്ലോ, ബാരിസ്റ്റർ ഗോവിന്ദൻ. വക്കീലാഫീസിൽ ചായ കൊണ്ട് കൊടുത്തു തുടങ്ങിയതാ എന്റെ നിയമബന്ധം. സുപ്രീം കോടതി കസേര വരെ എന്നെ കൊണ്ടെത്തിച്ചത് ആ വലിയ മനുഷ്യനായിരുന്നു. ബംഗ്ലാവിൽ ഇന്ന് ഞാൻ പൂമാലയിട്ട് പൂരിക്കുന്ന വലിയ ചിത്രത്തിലെ ദൈവത്തിന് വേണ്ടി എനിക്ക് പലതും മറച്ചു വെക്കേണ്ടി വന്നു. പക്ഷെ ഇനി അതിന്റെ ആവശ്യമില്ല. നിന്റെ നന്ദിനി കുട്ടിക്ക് ഉടനെ അവളുടെ അച്ഛനെ കിട്ടും. ഞാനാണ് പറയുന്നത്, നീ വിശ്വസിക്കണം. புரியல. ഒത്തുക പോറാ? വർഷങ്ങളായി എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഒതുക്കി വെച്ചിരുന്ന ഒരു കേസിന്റെ വിധി ഇന്ന് ഞാൻ പറയാൻ പോവുകയാണ്. നന്ദിനിയെ വളർത്തിയതും പഠിപ്പിച്ചതും ഞാനാണ്. ഞാനും ഇവളുമായുള്ള ബന്ധത്തിന്റെ പേരിൽ എന്റെ കുടുംബത്തെ വരെ എനിക്ക് മറക്കേണ്ടി വന്നു. ശരിയാണ്, കുറെ കാലമായി ഇവളെ മറന്ന് എന്റെ മനസമാധാനത്തിന് വേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നു. ഒരിക്കൽ എന്നെ കാണാൻ വേണ്ടി എന്റെ കുടുംബത്ത് കയറി വന്ന ഇവൾ എങ്ങനെ ഭ്രാന്താശുപത്രിയിലായെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. അത് എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് എനിക്കും അറിയാം. പക്ഷെ ഇവള് വീണ്ടും അച്ഛനെ തേടി വന്നിരിക്കുകയാണ്. പക്ഷേ ഞാൻ വിധി പറയാൻ പോകുന്ന കേസ് ഇതല്ല. ഈ നിൽക്കുന്ന നന്ദിനിയുടെ അമ്മയെ തനിക്ക് ഓർമ്മയുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജഡ്ജിയും താൻ പ്രോസിക്യൂട്ടറും ആയിരുന്ന ഒരു കോടതി മുറിയിലേക്ക് വേശ്യാവൃത്തിക്ക് കേസ് ചാർജ് ചെയ്തുകൊണ്ടെന്ന സുന്ദരിയായ ഒരു ദേവകി കുട്ടി. എനിക്ക് ഓർമ്മയില്ല. ഇല്ല. എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ വലിച്ചടയ്ക്കുന്നത്? ആൻസർ ടു ദ പോയിന്റ്. നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. 20-22 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ ദേവക ഗർഭിണിയാണെന്നും അത് പുറത്തറിഞ്ഞ് വിവാഹം തുടങ്ങിയ കുടുംബത്തിന്റെ അന്തസ്വാഭിമാനവും തകർന്നു വീഴുമെന്നും പറഞ്ഞ് വിളറി വിയർത്ത് എന്റെ ചേമ്പറിലേക്ക് ഓടിക്കയറി വന്ന നിന്റെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് നിന്നോട് സിമ്പതി തോന്നിയില്ല. പക്ഷെ നിന്റെ അച്ഛൻ, എന്നെ ഞാനാക്കിയ വലിയ മനുഷ്യൻ, ഈ അപമാനം താങ്ങാനാവാതെ ആത്മഹത്യക്ക് പോലും മുതിർന്നേക്കുന്നുള്ള ഭയം കൊണ്ട് നീ ചെയ്ത പാപത്തിന്റെ ഭാരം ഞാൻ ഏറ്റെടുത്തു. അപ്പോ നന്ദിനിയുടെ അച്ഛൻ ഇവനാണ് നിന്റെ நான் ഭർത്താവ്. நினைச்சேன். அதனால தான் அவர் ஃபீல் ആർക്കും பண்ணிருக்காரு. വിശ്വാസം വരുന്നില്ലേ? ഈ സംഭവത്തിന് ഒരു സാക്ഷിയേ ഉള്ളൂ, രേവകി. അവരൊന്നും ജീവിച്ചിരിപ്പില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കാൻ നിനക്ക് പറ്റുമോ? എങ്കിൽ ഇത് എന്റെ മകളാണെന്ന് സമ്മതിച്ചുകൊണ്ട് അവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. இவர் வந்து ஸ்டார்டிங்ல ஃபீல் பண்ணுவார் தெரியுமா? அதான் நான் சொன்னேன், இவர்தான் அப்பா, ஏன் அவர்கிட்ட போறா அப்படின்னு நான் சொன்னேன். നമ്മുടെ മകളായിട്ട് ഇവളെ സ്വീകരിക്കാൻ നിനക്ക് വേണ്ട. ഏത് വഴി പോകുന്ന ഒരു അനാഥയ്ക്ക് അച്ഛനാകാം. ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടായാൽ മതി. തെളിവുകൾ നിരത്തി സാക്ഷികളെ വിസ്തരിച്ച് കോടതി കൽപ്പിച്ചാൽ ആ അച്ഛന്റെ പക്കൽ നിന്ന് മകൾക്ക് ചെലവ് കാശ് കിട്ടും, സ്നേഹം കിട്ടും, വാത്സല്യം കിട്ടും, മനസ്സ് തുറന്നൊന്ന് മോളെ എന്ന് വിളിക്കാൻ പറ്റും. ட்விஸ்ட்ப்பா. ഞാൻ തേടി വന്ന എന്റെ അച്ഛനെ ഞാൻ കണ്ടു. ആരും സമ്മതിക്കണമെന്നില്ല. എന്റെ അച്ഛൻ ഇതാണ്. ഈ അച്ഛൻ മതി എനിക്ക്. സാധ്യമല്ലെന്ന് മാത്രം പറയരുത്. മനസ്സിൽ വരച്ചിട്ട് പോയി മായ്ച്ചു കളയാനാവില്ല. இவ ஆசை நிறைவேறிடுச்சு. അച്ഛാ മതി എനിക്ക്. ഇനി ഉപദ്രവിക്കില്ല. ഒരിക്കലും കാണാനും വരില്ല. മനസ്സിൽ വെച്ച് സ്നേഹിക്കാനെങ്കിലും അനുവദിക്കണം. ஃபீல் பண்ணது. ஆனா பாண்ட் நல்லா இருக்குப்பா. ഒരു ജീവിതം കൊടുക്കാൻ ജീവിതമൊന്നും എന്റെ കയ്യിലില്ല സാർ. സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സുണ്ട്, താലോലിക്കാൻ വേണമെങ്കിൽ 2 കൈകളുണ്ട്. പക്ഷെ അത് പോരല്ലോ ജീവിക്കാൻ. നിനക്ക് അവിടെ ഇഷ്ടമാണോ? ഞാൻ ചോദിച്ചിട്ടില്ല. പോണം, തിരിച്ചു പോണം. എന്നെ വളർത്തി വലുതാക്കിയ അമ്മമാരുടെ അടുത്തേക്ക്. അവിടെ എനിക്കൊരു മുറിയുണ്ട്. ആഹാരം കഴിക്കാൻ ഒരു പ്ലേറ്റും വെള്ളം കുടിക്കാൻ ഒരു ഗ്ലാസ്സും ഉണ്ട്. സ്നേഹം മാത്രം വിളമ്പാൻ അറിയാവുന്ന കുറെ സഹോദരിമാരും അവരോടൊപ്പം കൂടും. എന്നെപ്പോലെ മടത്തിലെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഹലോ, നീ ഇങ്ങോട്ട് വന്നെന്ന് ഞാൻ അറിഞ്ഞു. സത്യം പറഞ്ഞ എന്നെ പിരിഞ്ഞതിന് ശേഷം എനിക്ക് കഷ്ടകാലത്തിന്റെ അയ്യരുകളിയായി. എവിടെ നിന്നോ വന്ന ഒരു പെണ്ണിന് വേണ്ടി നമ്മൾ തമ്മിൽ എന്തിനാണ് പിണങ്ങിയത്? നമ്മൾ തമ്മിലല്ല പിണങ്ങിയത്, നീയാണ് പിണങ്ങിയത്. നീ അത് പോട്ടെ.
ആ തൃപ്പൂണിത്തറയിലെ എങ്ങാണ്ടൊരു കോവിലകത്തെ തമ്പുരാട്ടിയുമായിട്ട് ഊട്ടി നടന്ന് പാവക്കൂത്ത് നടത്തി. കൂത്ത് കഴിഞ്ഞപ്പോ അവൾ അവളുടെ പാട്ടിന് പോയി. നമ്മള് ഷെട്ടിലുമായി അല്ലടാ. ആ പെങ്കൊച്ചു പോയോ? ആ നാളെ പോവല്ലേ, ആന്റിയോടൊക്കെ യാത്ര ചോദിക്കാൻ പോയിരിക്കുക. നിന്നോടൊന്നും പറഞ്ഞില്ലേ? അവള് പറഞ്ഞു ഗുഡ് ബൈ എന്ന് പറഞ്ഞു. വളരെ അടുത്തു പോയവർക്കും ബന്ധത്തിന്റെ ആഴം നോക്കാതെ എവിടെ വെച്ചും എപ്പോഴും കൈകൊണ്ടിങ്ങനെ ഗോഷ്ടി കാണിച്ച് യാത്ര ചോദിക്കാവുന്ന ഒരു വാക്കാണല്ലോ ഗുഡ് ബൈ. പോട്ട് പുല്ല്, ഗുഡ് ബൈ എങ്കിൽ ഗുഡ് ബൈ. ഇവിടെ വരുന്നവരൊക്കെ വിനോദസഞ്ചാരികളാണ്. അവര് സഞ്ചരിച്ച് പൊട്ടിച്ചിരിച്ച് സന്തോഷിച്ച് തിരിച്ചു പോകും. അവരെ പൊട്ടിച്ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് വിട്ട് ജീവിക്കുന്ന കോമാളിയും കുരങ്ങനുമാണ് ഞാനും നീയൊക്കെ. നമുക്ക് അവരെ സ്നേഹിക്കാനും ആഗ്രഹിക്കാനൊന്നും അവകാശമില്ല. നമുക്ക് അവരോട് ആത്മാർത്ഥമായിട്ട് പറയാവുന്ന 2 വാക്കേ ഉള്ളൂ: വെൽക്കം, ഗുഡ് ബൈ. ഇതിലൊതുക്കിയാൽ ഓൾവേസ് ഹാപ്പി, ഓൾവേസ് ഹാപ്പി. ഹാപ്പி. சேருவாங்க சேர மாட்டாங்களா? இன்னைக்கு ரோஸ் டே தெரியுமா? ஓ, வேலண்டைன்ஸ் டே வீக் ஆரம்பிச்சா? ஏன்னா நல்ல ஷார்ட் பா இது. கூலி 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 கூலி. நைஸ். அதான் நைஸ். ஓகே, மூவி முடிச்சது. உங்களோட தாட்ஸ் என்ன? சூப்பர் ஃபீல் குட் மூவி. எனக்கு ரொம்ப பிடிச்சிருந்தது. ரேவதியோட சைல்டிஷ் ஆக்டிங்கும் அவங்களோட ஒரு யதார்த்தமான ஒரு நடிப்பை நான் எல்லா படத்துலயும் இருக்கிற மாதிரி நான் இதுலயும் பார்த்தேன். ஸோ இது ரொம்பவே பிடிச்சிட்டு இருந்தது. அண்ட் ஒரு ஃபாதர் டாட்டர் கடைசியில ட்விஸ்ட். ஆக்சுவலா முன்னாடி நம்ம கெஸ் பண்ணோம், ஆனா ஒரு நமக்கே கன்ஃபியூஸ் ஆயிட்டே இருந்தது. இவர் தானே ஃபீல் பண்ணாரு, இவரை ஏன் டேடின்னு சொல்லி கூப்பிடணும் அப்படின்ற மாதிரி இருந்துச்சு. பட் ஃபைனலா ஒரு இது வந்துருச்சு. அதை தாண்டி எனக்கு ரொம்பவே பிடிச்சிருந்தது, நல்லா இருந்ததுப்பா. நைஸ் நைஸ். எனக்கு வந்து 1991 நினைக்கிறேன் அந்த படம் வந்தது. 1991 வந்துட்டு எவ்வளவோ நாள் முன்னாடி இருக்கு. நல்லா எடுத்திருக்காங்க இல்ல? ஆமா. அண்ட் எனக்கு வந்து மலையாளம் மூவி மாதிரி ஃபீல் ஆகல. ஏன்னா நம்ம தமிழ் அண்ட் மலையாளமோட அந்த ஃபிளேவர் வந்து எனக்கு மிக்ஸ்டா தெரியுது. ஏன்னா நான் இங்கேயும் ஒரு மாதிரியான ஸ்டோரி பிளாட்ல நமக்கு ஃபேமிலி பேஸ்ட் ஸ்டோரிஸ் தானே எடுப்பாங்க அப்போலாம். அப்பதான் வந்து தியேட்டருக்குலாம் விடுவாங்களாம், மம்மி சொல்லியிருக்காங்க. அதாவது தியேட்டர் கூட்டிட்டு போறாங்கன்னா அந்த படம் வந்து ஒரு நல்ல படமா இருந்ததா ஃபேமிலியா கூட்டிட்டு போகுதுன்னு சொல்லிட்டு மோஸ்ட்லி ஃபேமிலி ஓரியன்டட் மூவிஸ் தான் ஃபோக்கஸ். ஸோ இந்த படம் வந்து நல்லா, இன்னொன்னு அழுதுகிட்டே வருவாங்களாம் படம் முடிச்சோடனே. அழுதுட்டு உட்காந்துட்டு அதுதான் நல்லா ஃபர்ஸ்ட் ஹாஃப் ஃபுல்லா செம்ம காமெடி எடுத்துட்டு போயிருந்தாங்க. எனக்கு ஃபர்ஸ்ட் ஹாஃப் ஃபுல்லா அப்படி டோட்டலி வேற மூவி மாதிரி இருந்தது. செம்ம ஜாலியா இருந்தது. நிறைய காமெடி ட்ரை பண்ணிருக்காங்க. இப்பவே இவ்வளவு ஜாலியா இருக்குன்னா அப்ப இன்னும் நல்லா லைக் அந்த மூவி ரிலீஸ் ஆனப்ப நல்லா ஜாலியா இருந்திருக்கும். கண்டிப்பா விழுந்து விழுந்து சிரிச்சிருப்பாங்க. அப்புறம் செகண்ட் ஹாஃப் வந்து எனக்கு அப்படியே வேற ஸ்டோரி பிளாட் மாதிரி, பிளஸ் அவங்க எப்படி அந்த பாண்ட் கிரியேட் பண்றாங்க அதுன்னு சொல்லிட்டு ரொம்ப நல்லா இருந்தது. ரேவதி வந்து பயங்கர யங்கா இருக்காங்க. அண்ட் மோகன்லாலோ அவர் வந்து ரீசெண்ட் டேஸ்ல நம்ம லூசிஃபர் அது சொல்லிட்டு நிறைய மூவிஸ்ல ரொம்ப ரொம்ப ஒரு மெச்சூர்ட் ரோல் எல்லாம் பார்த்துட்டு இப்ப வந்து ஒரு யங் பாய் ரோல்ல பாக்குறது வந்து நல்லா இருக்கு. விண்டேஜ் ரோல். ஆமா. ஆனா இது ஒரே மாதிரி இருக்கிறது வந்து நம்ம உஸ்தாத் ஹோட்டல்ல தாத்தா அவரு தான் நினைக்கிறேன். இதுலயும் அதே மாதிரி இருக்காரு. ஆமா, உப்பா அதுலயும் அதே மாதிரி இருக்காரு. நல்லா இருந்தது. நான் நல்லா ஃபர்ஸ்ட் ஆஃப் ஃபுல்லா என்ஜாய் பண்ணேன். செகண்ட் ஆஃப் ஃபுல்லா நழுக விட்டேன் ஒரு பாயிண்ட்டுக்கு மேல. அண்ட் நல்லா வைபா இருந்துச்சு, சூப்பரா இருந்துச்சு. ஆக்சுவலா அந்த முரட்டு காலைய அந்த பாசத்துல வச்சு ஒருத்தங்களுக்கு உடம்பு சரியில்லாத போதுதான் அந்த ஏக்கம், கூட இருக்கிறவங்களோட அருமை எல்லாமே புரியுன்னு சொல்லுவாங்க. சோ அதே மாதிரி அந்த முரட்டு மனுஷனை அப்படியே ஒரு அவருக்குள்ள இந்த சைல்டிஷ் எடுத்துட்டு வந்துட்டாங்க. வயசா அந்த குழந்தை மாதிரி மாறிடுவாங்கன்னு சொல்லுவாங்க அப்படி. ஸோ நல்லா இருந்தது, நல்லா எடுத்திருக்காங்க. அண்ட் நிறைய ஸ்டைல் அப்பவே ட்ரை பண்ணியிருக்காங்க. 1991 நிறைய ஸ்டைலிங் ட்ரை பண்ணியிருக்காங்க. லொகேஷன் அது இதுன்னு சொல்லிட்டு டிஃப்ரெண்ட் ஷார்ட்ஸ் எல்லாம். ஏன்னா இப்போ நமக்கு ஈஸி அந்த ட்ரெயின் ஷாட்டா இருக்கட்டும், வெளில வந்துட்டு நிறைய பேக் பின்னாடி ரிவர்ஸ்ல மூவ் ஆகுற மாதிரிலாம் டான்ஸ் எடுத்திருக்காங்க. இப்போ அதெல்லாம் ஈஸி, அப்போ அந்த ஷார்ட்ஸ் எடுக்கிறதுலாம் கஷ்டம். நல்லா எடுத்திருக்காங்க, சூப்பரா இருந்துச்சு, நல்லா என்ஜாய் பண்ணோம், செம்மையா என்ஜாய் பண்ணோம். ஓகே, until next then, bye bye. Bye bye.